Hello friends, we will discuss laws of energy in pipes. That is pipe flow ആണ് explain ചെയ്യുന്നത് ഒരു പൈപ്പിലൂടെ ഉള്ള വാട്ടറിൻ്റെ ഫ്ലോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ പൈപ്പിലൂടെ വാട്ടർ പോകുമ്പോൾ ആ വാട്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനർജി ലോസുകൾ ഏതൊക്കെയാണ്. ദാറ്റ് ഈസ് ഒരു ഫ്ലൂയിഡ് ഒരു പൈപ്പിലൂടെ പോകുമ്പോൾ ഒരുപാട് റെസിസ്റ്റൻസിനെ കവർ ചെയ്തിട്ട് വേണ്ടി വരും പോകാൻ. So due to that resistance there will be a loss in energy in that fluid. രണ്ട് തരത്തിലുള്ള എനർജി ലോസുകളാണ് മേജർ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മേജർ എനർജി ലോസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മൈനർ എനർജി ലോസ്. മേജർ എനർജി ലോസും മൈനർ എനർജി ലോസും. മേജർ എനർജി ലോസസ് എന്ന് പറയുകയാണെങ്കിൽ അതിന് ഒറ്റ കാരണമുള്ളൂ, ദാറ്റ് ഈസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ലോസാണ് മേജർ എനർജി ലോസ്. മേജർ എനർജി ലോസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഫോർമുല ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡാർസി-വെയ്ബാച്ച് ഇക്വേഷനും സെക്കൻഡ് വൺ ഈസ് ചെസീസ് ഫോർമുല. എനർജി ലോസിന് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, മേജർ എനർജി ലോസും മൈനർ എനർജി ലോസും. മേജർ എനർജി ലോസ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ഫ്രിക്ഷൻ and there are two equations to find out the major energy losses. First one is Darcy-Weisbach equation and second one is Chesy's formula. ആൻഡ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ മൈനർ എനർജി ലോസസ് ആണ്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ ഓഫ് പൈപ്പ്. അത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു 5 മീറ്റർ ഡയമീറ്ററുള്ള പൈപ്പ് ഒരു 10 മീറ്റർ ഡയമീറ്ററിലേക്ക് വന്നെങ്കിൽ ദർ ഇസ് എ സഡൻ എക്സ്പാൻഷൻ. ഡ്യൂ ടു ദാറ്റ് സഡൻ എക്സ്പാൻഷൻ ദർ വിൽ ബി എ ലോസ് ഇൻ എനർജി. സോ ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ ആവാം, അല്ലെങ്കിൽ സഡൻ കോൺട്രാക്ഷൻ ആവാം, തിരിച്ചും ആവാം അല്ലേ. വലിയൊരു പൈപ്പ് ഒരു ചെറിയ പൈപ്പിലേക്ക് മാറുന്ന സഡൻ കോൺട്രാക്ഷൻ ആവാം, ബെൻഡ് ഇൻ പൈപ്പ് ആവാം, അല്ലെങ്കിൽ പൈപ്പ് ഫിറ്റിങ്സ് ആവാം. ഏതെങ്കിലും ടി ജംഗ്ഷനോ അല്ലെങ്കിൽ ബെൻഡോ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും പൈപ്പ് ഫിറ്റിങ്സ് ആവാം, അല്ലെങ്കിൽ പൈപ്പിനകത്തുള്ള എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ആവാം. ഓക്കെ, സോ ദ കോസസ് ഓഫ് മൈനർ എനർജി ലോസസ് may be the sudden expansion of pipe or a sudden contraction of pipe or a bend in pipe fittings or due to an obstruction in pipe. ഈ ഏത് കാരണം കൊണ്ടും മൈനർ എനർജി ലോസ് ഉണ്ടാവാം. ഇത് ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ഫോർമുലാസ് ആണ് ഉള്ളത്, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഫ്രിക്ഷൻ. ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ്സ് എ മേജർ എനർജി ലോസ്. അത് കാണാനുള്ള ഫസ്റ്റ് ഇക്വേഷനാണ് ഡാർസി-വെയ്ബാച്ച് ഇക്വേഷൻ. ദിസ് ഇക്വേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ദാറ്റ് ഈസ് HF ഈസ് ഈക്വൽ ടു 4FLV²/2GD. HF ഈസ് ഈക്വൽ ടു 4FLV²/2GD where HF ഈസ് ദ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. HF എന്ന് പറയുകയാണെങ്കിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. ആൻഡ് F ഈസ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ. V is the average velocity of flow and D is the diameter of pipe. D is the diameter of the pipe. So head loss due to friction HF is equal to 4FLV²/2GD. ഇനി നോക്കുക, എഫ് കാണാൻ വേണ്ടിയിട്ട്, ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. that is 16 divided by RE, where RE is the Reynolds number. RE എന്ന് പറയുകയാണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ആണ്. ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലോ, ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ലാമിനാർ ഫ്ലോ ആണോ ടർബുലൻറ്റ് ഫ്ലോ ആണോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ബേസിലാണ്. ടൈപ്സ് ഓഫ് ഫ്ലോ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇഫ് ദ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ലെസ് ദാൻ 2000, ഇഫ് RE ഈസ് ലെസ് ദാൻ 2000, that flow is laminar flow, and if RE is greater than 4000, then the flow is turbulent flow. അതിനിടയിലുള്ളൊരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. പ്യുവർ ലാമിനാർ ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ 2000 താഴെയാണെങ്കിൽ that is laminar flow, and if the Reynolds number is greater than 4000, that flow is turbulent flow. ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കണം. The Reynolds number is less than 2000, it is laminar flow, and it is greater than, if it is greater than 4000, it is turbulent flow. So
here coefficient of friction F is equal to 16 divided by RE for laminar flow ആണ്, that is for RE less than 2000. Okay, and F is equal to 0.079 divided by RE raised to 1 by 4. F is equal to 0.079 divided by RE raised to 1 by 4 ആണ് for RE greater than 4000. Actually 4000 to 10 raised to 6 വരെ ഉണ്ട്. 4000 into 10 raised to 6 അല്ല, 4000 to 10 raised to 6 വരെ ഈ ഇക്വേഷൻ ആണ് വരിക. ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് F is equal to 0.079 divided by RE raised to 1 by 4. So we can find the head loss due to friction HF if we know the Reynolds number, length of the pipe, average velocity of flow, and D, that is diameter of the pipe. So ഇതായിരുന്നു Darcy-Weisbach equation. Second one is Chessie's formula. Chessie's formula പറയുന്നത് V is equal to C root mi. V is equal to C root mi എന്ന് പറയുന്നതാണ് Chessie's formula, where V is the mean velocity of flow. V is the mean velocity of flow. C is the Chessie's constant. C is Chessie's constant, and M is equal to hydraulic mean depth. Hydraulic mean depth എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. hydraulic mean depth M is equal to area divided by wetted perimeter. Area divided by wetted perimeter ആണ് M എന്ന് പറയണമെങ്കിൽ. സോ ഇതാണ് നമ്മുടെ പൈപ്പിൻ്റെ ഫ്ലോ എന്ന് വിചാരിക്കുക, പൈപ്പിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് വിചാരിക്കുക. ഇതിനകത്ത് കൂടെ വാട്ടർ പോകുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് പോകുന്നുണ്ട്. സോ ഇതിൻ്റെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുകയാണെങ്കിൽ ഏരിയ എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏരിയ എന്ന് പറയുകയാണെങ്കിൽ π/4d² ആണ് അല്ലേ, ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ, സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ πd ആണ്. ദറ്റ് ഈസ് π and π get cancelled, d and d/4 ആയിരിക്കും. ഇൻ കേസ് ഓഫ് പൈപ്പ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയണമെങ്കിൽ, ഇൻ കേസ് ഓഫ് പൈപ്പ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയണമെങ്കിൽ π/4d² ഡിവൈഡഡ് ബൈ πd, ദാറ്റ് ഈസ് ഈക്വൽ ടു d/4 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ പൈപ്പിലൂടെ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് ഒഴുകുന്നതുകൊണ്ടാണ് വെറ്റഡ് പെരിമീറ്റർ നമ്മൾ πd എടുത്ത്. ഫുള്ളായിട്ട് പോകുന്നില്ലെങ്കിൽ ഇപ്പം ഇത്രേ വാട്ടറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, π/4d² ഡിവൈഡ് ബൈ ഈ ലെങ്ത്തേ നമ്മൾ എടുക്കുള്ളൂ, πd/2 മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അതായത് എത്രയാണോ അതിൻ്റെ പെരിമീറ്റർ അത്ര മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയും. ഇത് ഫുള്ളായിട്ട് പോകുന്നതുകൊണ്ടാണ് π/4d² ഡിവൈഡ് ബൈ πd എടുത്തുള്ളത്. സോ M is equal to d/4 in case of pipe flow. സോ V എന്താന്ന് പറഞ്ഞു, C എന്താന്ന് പറഞ്ഞു, M എന്താന്ന് പറഞ്ഞു, ആൻഡ് I is equal to head loss due to friction per length. HF/L ആണ് I എന്ന് പറയുകയാണെങ്കിൽ. So we can find the head loss due to friction if we know the Chessie's constant, average velocity of flow, like mean velocity of flow, and the hydraulic mean depth. Hydraulic mean depth means area divided by wetted perimeter. And in case of pipe flow, if we know the diameter of the pipe, we can find the hydraulic mean depth. So thus we can find the HF, head loss due to friction, in case of a pipe. So നമുക്കൊരു പ്രോബ്ലം നോക്കാം. So this is the problem.
Find the head lost due to friction in a pipe of diameter 300 mm and length 50 meter through which water is flowing at a velocity of 3 meter per second using first one Darcy's formula and second one Chessie's formula, for which C is equal to 60. Take nu of water is equal to 0.01 stock. 300 mm diameter ഉള്ള 50 meter length ഉള്ള ഒരു പൈപ്പിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യാണ് അറ്റ് എ വെലോസിറ്റി ഓഫ് 3 meter per second. ഡാസീസ് ഫോർമുല യൂസ് ചെയ്തും ചെസ്സീസ് ഫോർമുല യൂസ് ചെയ്തിട്ടും നമ്മൾ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം. തന്നിട്ടുള്ള വാല്യൂസ് ചെയ്ത ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡി ഈസ് ഈക്വൽ ടു 300 mm എന്ന് പറയുകയാണെങ്കിൽ 30 സെൻറ്റിമീറ്റർ 0.30 മീറ്റർ. ലെങ്ത് എൽ എന്ന് പറയുകയാണെങ്കിൽ 50 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു 3 meter per second ആണ്. ചെസ്സീസ് ഫോർമുല തന്നിട്ടുണ്ട്, സി ഈസ് ഈക്വൽ ടു 60. ആൻഡ് നമുക്കിവിടെ തന്നിട്ടുള്ള വേറെ വാല്യൂ ആണ് ന്യൂ ഈസ് ഈക്വൽ ടു 0.01 സ്റ്റോക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ് മുതൽ പറയുന്നുണ്ട് എന്താണ് ന്യൂ എന്താണ് മ്യൂ എന്നൊക്കെ. രണ്ട് തരത്തിലുള്ള വിസ്കോസിറ്റികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൈനാമിക് വിസ്കോസിറ്റിയും കൈനമാറ്റിക് വിസ്കോസിറ്റിയും. ഇവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ് ന്യൂ അല്ല, സ്റ്റോക്ക് എന്ന് പറഞ്ഞെങ്കിൽ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റാണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഇസ് ഈക്വൽ ടു 0.01 സ്റ്റോക്കാണ്. അതിന് നമ്മൾ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഇത് ഇൻറ്റു 10⁻⁻⁴ ചെയ്താൽ മതി. നമ്മളത് ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. 0.01 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡാണ് ന്യൂ എന്ന് പറയണമെങ്കിൽ. സോ ഫസ്റ്റ് ഡാർസീസ് ഫോർമുല, ഡാർസി വെയ്ബാച്ച് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഡാർസീസ് ഫോർമുല എന്തായിരുന്നു? എച്ച് എഫ് ഈസ് ഈക്വൽ ടു 4FLV² / 2GD. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം ലെങ്ത്ത് തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ഫ്ലോ തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. എഫ് കണ്ടുപിടിക്കണം. എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ F is equal to 16 divided by RE in case of laminar flow and 0.079 divided by RE raised to 1/4 in case of turbulent flow. So turbulent flow ആണോ laminar flow ആണോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു RE ഈസ് ഈക്വൽ ടു ρVD/μ ആണ് ഇക്വേഷൻ. റെനോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R ഈസ് ഈക്വൽ ടു ρVD/μ. Rho is the density of water, V velocity, D diameter and mu is the dynamic viscosity. But here we got the kinematic viscosity, that is 0.01 divided by into 10⁻⁻⁴. So നമുക്കറിയാം എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ആണല്ലേ. ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. ദാറ്റ് ഈസ് ഹിയർ RE ഈസ് ഈക്വൽ ടു V ഇൻറ്റു D ഡിവൈഡ് ബൈ ന്യൂ ആണ്. where nu is equal to dynamic viscosity mu divided by density. അങ്ങനത്തെ കൺവേർഷൻസ് ഒക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ് എന്താണ് ഡൈനാമിക് വിസ്കോസിറ്റി എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് പഠിക്കണം എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞിട്ടുള്ളത്. സോ വി നോ ദ ഇക്വേഷൻ ഫോർ റെനോൾഡ്സ് നമ്പർ RE is equal to ρVD/μ, that is equal to VD divided by nu. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ RE is equal to V into D. V എന്ന് പറയണമെങ്കിൽ 3 meter per second ആണ്. 3 into D എന്ന് പറയണമെങ്കിൽ 0.30 ഡിവൈഡ് ബൈ ന്യൂ എന്ന് പറയണമെങ്കിൽ 0.01 ഇൻറ്റു 10⁻⁻⁴. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁵ ആണ്, യൂണിറ്റ് ഇല്ല RE. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2000 അല്ലെ, 2000-നേക്കാളും കൂടുതലാണ്. സോ
RE is turbulent, so F is equal to 0.079 divided by RE raised to 1/4 ആണ് equation. Because RE is greater than 4000, so F is equal to 0.079 divided by RE raised to 1/4, that is 0.079 divided by RE is 9 into 10 raised to 5 raised to 1/4, that is equal to 0.00256 ആണ് coefficient of friction എന്ന് പറയുകയാണെങ്കിൽ. Substitute the value of F in equation, that is HF is equal to 4 into 0.00256, that is F, into length 50 into V 3 square divided by 2 into 9.81 into D is 0.30, and the answer is 0.7828 meter. Don't forget the unit of loss of head due to friction, അല്ലെങ്കിൽ ലോസ് ഓഫ് ഹെഡിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മീറ്റർ ആണ്. ലോസ് ഓഫ് എനർജി അല്ലെങ്കിൽ ലോസ് ഓഫ് ഹെഡിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ദാറ്റ് ഈസ് 0.7828 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. ഇസ് ദ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഡാസീസ് ഫോർമുല നമ്മളോട് 2 പാർട്ട് ഉണ്ട്. ചെസീസ് ഫോർമുല വെച്ചും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സെക്കൻഡ് വൺ, ചെസീസ് ഫോർമുല. ചെസീസ് ഫോർമുല നമുക്കറിയാം, V is equal to C√mi ആയിരുന്നു. നമുക്ക് തന്നിട്ടുണ്ട് C is equal to 60 ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. M എന്ന് പറയുകയാണെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്. ഇൻ കേസ് ഓഫ് പൈപ്പ് നമ്മൾ പറഞ്ഞു D/4 ആണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. D എന്ന് പറയുകയാണെങ്കിൽ 0.3 ആയിരുന്നു. 0.3/4 0.075 മീറ്റർ ആണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. സോ നമുക്ക് എഴുതാം, വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അല്ലേ. സോ 3 ഈസ് ഈക്വൽ ടു C60 ഇൻറ്റു 0 M എന്ന് പറഞ്ഞെങ്കിൽ 0.075 ആണ് ഇൻറ്റു I എന്ന് പറഞ്ഞിട്ട് എഴുതാം. 2 സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 3 സ്ക്വയർ അല്ലെങ്കിൽ 16 അപ്പുറത്തേക്ക് 3 സ്ക്വയർ ബൈ 60 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0.075 ഇൻറ്റു I എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. So we can find the value of I as I is equal to 0.0333 ആണ് വാല്യൂ ഓഫ് I. മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് I is equal to the head loss due to friction per length ആണ്. HF/L ആണ്. And we know the value of L. I into L, that is equal to 0.033 into 50 ആണ് HF എന്ന് പറഞ്ഞെങ്കിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.665 മീറ്റർ ആണ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആസ് പെർ ചെസീസ് ഫോർമുല. സോ ഈ 2 ഫോർമുല വഴി HF കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സിമ്പിളാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.